ഞാൻ ആദ്യം MLA ആയി കഴിഞ്ഞപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ ഓഡിറ്റോറിയത്തിലൊരു വികസന ശില്പശാല സംഘടിപ്പിച്ചു. എൻ്റെ വിഷൻ മുഴുവൻ അവിടെ അവതരിപ്പിച്ചു. പത്മവിഭൂഷൺ ജസ്റ്റിസ് KT തോമസ് സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത്. എൻ്റെ വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് ജനപ്രതിനിധികളും പൗരപ്രമുഖരും ഉദ്യോഗസ്ഥ പ്രമുഖരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. എൻ്റെ അഭിപ്രായം അവരുടെ നിർദ്ദേശങ്ങൾ കൂട്ടി ഒരു ഷെൽഫ് ഓഫ് പ്രോജക്റ്റാക്കി. ആ പ്രോജക്റ്റ് ഞാൻ പറഞ്ഞു 2 വർഷത്തിന് കഴിയുമ്പോൾ ഇത് റിവ്യൂ ചെയ്യും, ഇതിലെത്രത്തോളം നടപ്പായി. ഇവരെല്ലാം തന്നെ വിളിച്ച് വീണ്ടും 2 വർഷം കഴിഞ്ഞപ്പോൾ അത് റിവ്യൂ ചെയ്യും. കൃത്യം 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വീണ്ടും 2.5 വർഷം കഴിയുമ്പോൾ വീണ്ടും വിളിക്കും. പറഞ്ഞതുപോലെ തന്നെ 2.5 വർഷം കൂടി കഴിഞ്ഞ് അങ്ങനെ 4.5 വർഷം എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും വരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഈ പറഞ്ഞ ആ ഷെൽഫ് ഓഫ് പ്രോജക്റ്റിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും തുടങ്ങാൻ കഴിഞ്ഞിരിക്കുന്നു. അതിൽ 99% പൂർത്തീകരിച്ചിരിക്കുന്നു. അവശേഷിക്കുന്ന ഇപ്പോൾ ഈ 1-2 മാസം കൊണ്ട് തീർക്കുന്ന രൂപത്തിലേക്ക് എത്തിരിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഒരുപക്ഷേ കേരളത്തിൽ മറ്റാരും ഇങ്ങനെ ചെയ്തിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ആദ്യം ഒരു ശില്പശാല ഐഡിയ ഉണ്ടാക്കുന്നു, 2 വർഷം കഴിയുമ്പോൾ റിവ്യൂ ചെയ്യുന്നു, വീണ്ടും 2 വർഷം കഴിഞ്ഞ് റിവ്യൂ ചെയ്യുന്നു, 4.5 വർഷം കഴിയുമ്പോഴേക്ക് പ്രോഗ്രസ് റിപ്പോർട്ട്. ആ പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിച്ച് പൊതുവിൽ എല്ലാവരും അംഗീകരിച്ചതോടൊപ്പം ഒരു കാര്യം കൂടി ചെയ്തു. വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ആ പ്രോഗ്രസ് റിപ്പോർട്ട് കാണുന്നതിന് വേണ്ടി QR കോഡ് ഉണ്ടാക്കി അത് സ്കാൻ ചെയ്തെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും അത് ഇപ്പോൾ കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയും, വായിക്കാനും പഠിക്കാനും കഴിയുന്ന രൂപത്തിലേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.